ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം വലിയ നഗരങ്ങളിലായിരുന്നു. അത് കഴിഞ്ഞ് അവസാനം വൈദിക പരിശീലനം കഴിഞ്ഞ് ഇരവിമംഗലം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഇരവിമംഗലം ഏതാണ് എന്ന് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അടുത്ത് നിന്നിരുന്ന തട്ടിൽ പിതാവ് പോകാനുള്ള വഴിയും വളരെ ഹരിത ഗ്രാമമാണ് എന്നൊക്കെ പറഞ്ഞു തന്നു. ഹരിത ഗ്രാമമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ അവിടുത്തെ ഫസ്റ്റ് റെസിഡൻറ്റ് വികാറായിട്ടാണ് പോകുന്നത്, എല്ലാം ബംഗ്ലാ ചെയ്തു വന്നോളും, ഒരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. അവിടുന്ന് നമ്മുടെ പാവട്ടിപ്പള്ളിയിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. അതുവരെ അസിസ്റ്റൻ്റായിരുന്നു. പിന്നെ ഇവിടെ ഫസ്റ്റ് വികാരിയായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ ദൂരേന്ന് കാണുമ്പോൾ തന്നെ ഈ പശ്ചാത്തലം തട്ടിൽ പിതാവ് പറഞ്ഞതുപോലെ വളരെ ഹരിതമായിട്ടുള്ള പശ്ചാത്തലം. ഇനി ആളുകളെ കാണുമ്പോഴൊക്കെ ആളുകൾ ഒന്ന് കണ്ടാൽ പുഞ്ചിരിക്കുകയും ഒന്ന് സ്തുതി പറയുകയും ഹലോ പറയുകയും അങ്ങനെ വീട്ടിലേക്ക് വരുന്ന ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഗ്രാമീണ ഹൃദയശുദ്ധി ആ പ്രദേശത്തിനുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു കൊച്ചു ഗ്രോട്ടും അവിടെ പണിതും അതിനേക്കാളൊക്കെ വലിയ ഒരു സംഭവം ആ ഗ്രാമത്തെ മുഴുവൻ രക്തസാക്ഷര ഗ്രാമമാക്കി എന്നുള്ളതാണ്. എല്ലാവരുടെയും രക്തഗ്രൂപ്പ് നിർണയിച്ച് കാർഡ് കൊടുത്ത് ഇന്ത്യയിലെ പ്രഥമ രക്തസാക്ഷര ഗ്രാമമായിട്ട് അത് മാറി. അങ്ങനെയുള്ള പല നല്ല ഓർമ്മകളുമാണ് മനസ്സിലുള്ളത്. പള്ളി ഇപ്പോൾ 100 വർഷം ഇന്ന് പള്ളി 50 വർഷത്തെ അരശതാബ്ദം ആവുന്ന ഈ വേളയിൽ ആത്മീയമായി പള്ളി വളരട്ടെ, വിശ്വാസികൾ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഭൗതിക സാഹചര്യങ്ങൾ അവിടെ വളരെ കുറവാണ്. പക്ഷേ എങ്കിലും ഉള്ള സൗകര്യം വെച്ച് എല്ലാം ഭംഗിയായി ചെയ്യുന്നതിൽ വികാരിയച്ഛനും അതുപോലെ മറ്റ് കൈക്കാരന്മാരും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണുന്നതിൽ വലിയ സന്തോഷം. ഈ ജൂബിലിക്ക് എല്ലാ ആശംസകളും നേരുന്നു.